വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തിയ പൗരസാഗരത്തിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു. കേരളം ആശമാർക്കൊപ്പം എന്ന പേരിൽ സംഘടിപ്പിച്ച പൗരസാഗരം എഴുത്തുകാരി ഖദീജ മുംതാസ് ഉദ്ഘാടനം ചെയ്തു. ആശാസമരത്തോടുള്ള സർക്കാരിന്റെ കോർപ്പറേറ്റ് സിഇഒ ഭാഷ വെടിയണമെന്ന് കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കൂടിയായ കവി സച്ചിദാനന്ദൻ ആവശ്യപ്പെട്ടു. ഭരണസിര കേന്ദ്രത്തെ പ്രതിഷേധ കടലാക്കിയാണ് പൗരസാഗരം സംഘടിപ്പിച്ചത്. രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർക്കൊപ്പം ആശാപ്രവർത്തകരും കുടുംബസമേതം പ്രതിഷേധത്തിലണിനിരുന്നു. ആശാസമരത്തെ അവഗണിക്കുന്ന സംസ്ഥാന സർക്കാർ തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്നതാണെന്ന് ഓർക്കണമെന്ന് എഴുത്തുകാരി ഖദീജ മുംതാസ് ഓർമ്മിപ്പിച്ചു. എത്ര സമരങ്ങളിലൂടെയാണ് നമ്മൾ അല്ലെങ്കിൽ ഈ തൊഴിലാളി പ്രസ്ഥാനം തന്നെ എത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. ആ ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അതിൻ്റെ ഒരു വൈരുദ്ധ്യം ആയിട്ട് നമുക്ക് കാണേണ്ടി വരിക. ഇപ്പോൾ ഈ 21,000 ചോദിക്കുമ്പോൾ 21,000 വേണമെന്നില്ല, കുറച്ചെങ്കിലും കൂട്ടിത്തരാൻ സാധിക്കുമോ എന്നറിയാൻ വേണ്ടി സമരം ചെയ്യുന്ന സഹോദരിമാരോട് പറയുന്നത്, നിങ്ങൾ എന്താണ് ചോദിക്കുന്നത്? 21,000 ചോദിക്കുമോ? എന്തൊരക്രമമാണ് എന്ന രീതിയിൽ സംസാരിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്നാണ് ചോദിക്കാനുള്ളത്. പൂർണ്ണമായും ന്യായയുക്തമായ സമരമാണ് ആശമാരുടേതെന്ന് കവി സച്ചിദാനന്ദൻ പറഞ്ഞു. കോർപ്പറേറ്റ് സിഇഒമാരുടെ ഭാഷ ഉപേക്ഷിച്ച് സർക്കാർ സമരക്കാരെ കേൾക്കാൻ തയ്യാറാകണമെന്ന് സച്ചിദാനന്ദൻ വിമർശിച്ചു. വീഡിയോ കോൺഫറൻസിലൂടെ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ആശാവർക്കർമാരുടെ ആവശ്യം ന്യായമാണ് എന്ന് ബോധ്യമുള്ളവരാണ് കേരളത്തിലെ ഭൂരിപക്ഷം ജനത എന്നാണ്. അതുകൊണ്ട് അവരോട് കോർപ്പറേറ്റ് സിഇഒമാരുടെ ഭാഷ ഉപയോഗിക്കാതിരിക്കുക, വലതുപക്ഷ ഫാസിസ്റ്റുകളുടെ ഭാഷ ഉപയോഗിക്കാതിരിക്കുക, ഇതിനെ നീതിയുടെ പ്രശ്നമായി കാണുക, ആരുയർത്തിയാലും ഒരു നീതിയുടെ പ്രശ്നത്തിനോട് പ്രതികരിക്കുക എന്നത് ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ, ഇടതുപക്ഷം അല്ലെങ്കിൽ പോലും ജനാധിപത്യ ഗവൺമെന്റിന്റെ കടമയാണ്. പ്രതിഷേധ സാഗരത്തിൽ ആശമാർ കൂട്ടായി പ്രതിജ്ഞ എടുത്തു. സംസ്ഥാനത്തെ പണിയെടുക്കുന്ന എണ്ണമറ്റ തൊഴിലാളികളുടെ ആശാ കേന്ദ്രമായി മാറിയിരിക്കുന്നു ഈ ആശാ സമരഭൂമി. രാപ്പകൽ സമരം 62 ദിവസം പിന്നിടുമ്പോഴും സർക്കാർ തുടരുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചായിരുന്നു പൗരസാഗരം. സമരക്കാരോട് സർക്കാർ സ്വീകരിക്കുന്ന സമീപനത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് പ്രതിഷേധ പരിപാടിയിൽ ഉയർത്തത്. പ്രതിജ്ഞ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.